ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂലൈ 28-ാം തീയതി ബുധനാഴ്ച ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നാളത്തെ റേഷൻ വിതരണവും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ ആദ്യം നമുക്ക് റേഷന്റെ കാര്യത്തിലേക്ക് വരാം. റേഷൻ വിതരണത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ. കാരണം നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യക്കിറ്റായ ജൂൺ മാസത്തെ ഭക്ഷ്യക്കിറ്റ് നാളത്തോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. ഇനി ആരെങ്കിലും ആ ജൂൺ മാസത്തെ ഭക്ഷ്യക്കിറ്റ് വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ നാളെ കൂടി പോയിട്ട് വാങ്ങാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞാൽ ആ കിറ്റ് വാങ്ങാത്ത ആളുകൾക്ക് അത് പിന്നെ ലഭിക്കുകയില്ല, അത് ലാപ്സായി പോകും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂലൈ മാസത്തെ ഭക്ഷ്യവിതരണം ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉടൻ തന്നെ പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതും ഇനി ഏകദേശം ഒരു 4-5 ദിവസം മാത്രമാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ അതും കിട്ടുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വിതരണം തുടങ്ങുന്ന സമയത്ത് വ്യക്തമാക്കിയ ഒരു കാര്യമാണ് സ്പെഷ്യൽ അരികളുടെ വിതരണത്തെക്കുറിച്ച് പിന്നീട് അറിയിക്കാമെന്ന്. അതായത് സ്പെഷ്യൽ അരി 2 വിധമാണ് ഉള്ളത്. ഒന്ന് ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ നൽകുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനുള്ള അരി, അതല്ലാതെ നീല വെള്ള റേഷൻ കാർഡിന് ജൂൺ ജൂലൈ മാസങ്ങളിൽ സർക്കാർ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള അരി. അതിൽ നീല വെള്ള റേഷൻ കാർഡിന് ജൂലൈ മാസത്തെ റേഷൻ അരിയുടെ വിതരണം അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത് എന്ന് തുടങ്ങുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഈ മാസം കഴിയാൻ പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഞാനൊന്നും പറയുന്നില്ല. ഈ മറ്റു കാര്യങ്ങളിലേക്ക് വന്നാൽ, നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് കണക്ക് കുതിച്ചുയരുകയാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 22,000-ന് മുകളിലാണ് കോവിഡ് രോഗികളുള്ളത്. മലപ്പുറം ജില്ലയിൽ മാത്രം 4,000-ന് മുകളിലാണ് കോവിഡ് രോഗികളുള്ളത്. ടെസ്റ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. 1,79,130 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. ഏകദേശം 1.5 ലക്ഷം ടെസ്റ്റുകളൊക്കെയാണ് നമ്മൾ സാധാരണ നടത്താറുള്ളത്. എങ്കിൽ കൂടി ഇത്തരം ടെസ്റ്റ് നടത്തിയപ്പോഴേക്കും വീണ്ടും ഒരു മാസത്തിന് ശേഷം 22,000-ന് മുകളിലേക്ക് നമ്മുടെ രോഗികൾ കുതിച്ചുയർന്നു എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നലെ താഴ്ന്നു, അത് ഇന്നും കൂടുകയും ചെയ്തു. ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.35 ആണ്. 2,129 രോഗികളാണ് ഇന്ന് സംസ്ഥാനത്ത് പുതിയ രോഗികളായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കണക്കാണ്. നിലവിലുള്ള TPR അടിസ്ഥാനത്തിലുള്ള ഒരു കണക്ക് അശാസ്ത്രീയമാണിത് എന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് തെളിയുന്നത്. കാരണം ഈ ഒരു അശാസ്ത്രീയമായിട്ടുള്ള നിലപാട് കാരണം പല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും, കോവിഡ് യാതൊരു വിധത്തിലുള്ള കുറവും വരുന്നില്ല. ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളമായി ഈ ഒരു TPR അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടങ്ങിയിട്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10-ന് താഴേക്ക് കൊണ്ടുവരാൻ ഇതുവരെ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 3 ദിവസമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി 9-ലേക്ക് വന്നത്. അത് ഞായറാഴ്ച ടെസ്റ്റ് കുറച്ച ദിവസം മാത്രമാണ്. അല്ലാതെ 10-ന് താഴേക്ക് ഈ ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി വന്നിട്ടില്ല. ഇന്ന് നിയമസഭയിൽ രൂക്ഷമായ വാക്കേറ്റം ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ വിമർശനം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു സിസ്റ്റം മാറ്റണം എന്നാണ് പറഞ്ഞത്. ഈ ഒരു രീതി ശരിയല്ല. നിലവിൽ സർക്കാരിന്റെ ഒരു രീതിയിലൂടെ ഫൈൻ വാങ്ങുകയും വലതു കൈയിലൂടെ കിറ്റ് നൽകുന്ന ഒരു രീതിയാണ് നിലവിൽ സർക്കാരിൻ്റെത് എന്ന് പ്രതിപക്ഷം വിമർശിക്കുകയുണ്ടായി. സർക്കാരിന്റെ രൂക്ഷമായിട്ടുള്ള മറുപടിയും തിരിച്ചും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ പറഞ്ഞത് ഇത് അശാസ്ത്രീയമായിട്ടുള്ള നടപടിയൊന്നുമല്ല, ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. പക്ഷെ എത്ര നാളാണ് ഇങ്ങനെ മുന്നോട്ട് പോവുക? ഈ ഒരു കോവിഡ് ഭീതി നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും? സഭയിൽ നിയമസഭാ അംഗം മുസ്ലിം ലീഗ് നേതാവുമായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കിറ്റിനൊപ്പം ഒരു 5,000 രൂപ കൂടി നൽകണം എന്നുള്ളതാണ്. നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു സർക്കാർ വിചാരിച്ചാൽ അത് നടത്താൻ കഴിയുന്ന കാര്യമാണ്. കാരണം തമിഴ്നാട്ടിൽ 4,000 രൂപ ഓരോ റേഷൻ കാർഡിനും വിതരണം ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് എന്താ അത് നടക്കാതെ പോകുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ സർക്കാരിന്റെ കാര്യങ്ങളൊന്നും ഒരു മുടക്കം കൂടാതെ നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് 30 രൂപയും സംസ്ഥാന സർക്കാരിന് 20 രൂപക്ക് മുകളിലും നികുതി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 1 ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ 1 ലിറ്റർ ഡീസൽ വാങ്ങുമ്പോൾ അത്തരത്തിലുള്ള നികുതി ഓരോ സാധനത്തിനും നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന് മറുപടിയൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അത്തരത്തിലുള്ള തുക വിതരണം ചെയ്യണമോ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. എന്റെ അഭിപ്രായം ആ ഒരു തുക ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. കാരണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു കോവിഡിന്റെയും ലോക്ക്ഡൌണിന്റെയും പശ്ചാത്തലത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 1,000 രൂപയുടെ വിതരണം പോലും ഇപ്പോൾ നടന്നിട്ടില്ല. കാരണം ഈ ഒരു സർക്കാർ ഈ ഒരു 2ാം കോവിഡ് വ്യാപനത്തിന്റെയും ലോക്ക്ഡൌണിന്റെയും പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു, വിവിധ ക്ഷേമനിധിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം 1,000 രൂപ വിതരണം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കോവിഡ് സാഹചര്യത്തിൽ ഒരുവിധ സാമ്പത്തിക സഹായവും ലഭിക്കാത്ത
BPL കുടുംബങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് BPL കാർഡ് ഉടമകൾക്ക് 1000 രൂപ ധനസഹായം ലഭിക്കും എന്ന് പറഞ്ഞ് 3 മാസം കഴിഞ്ഞു. ഇതുവരെ അതിന്റെ ഒരു അഡ്രസ്സും ഇല്ല. അത്തരത്തിലുള്ള സഹായം ആർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി ആർക്കെങ്കിലും നമ്മളറിയാതെ ആർക്കെങ്കിലും അത്തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രതിഷേധവും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നമുക്കൊരു ഹാഷ്ടാഗ് ഉയരേണ്ടതുണ്ട് ഈ കാര്യത്തിൽ. കാരണം സർക്കാർ പറഞ്ഞ വാക്കുകൂടി പാലിക്കാതെ മുന്നോട്ട് പോവുകയാണ്. ലോക്ക്ഡൌണിൽ യാതൊരുവിധ ഇളവുകളുമില്ല. എന്റെ നാട്ടിൽ 4 ആഴ്ചയായിട്ട് D സോണാണ്. 4 ആഴ്ചയായിട്ട് ഈ ഒരു സിസ്റ്റം തുടങ്ങിയത് മുതൽ എന്റെ പഞ്ചായത്ത് D സോണിലാണ്. ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ, ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും. A സോൺ എന്ന് പറയുന്ന സമ്പൂർണ്ണ ഇളവുകൾ 5 ദിവസം ഇളവുള്ള പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ കേരളത്തിൽ വെറും 73 കേരളത്തിൽ 1000-ഓളം തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. വെറും 73 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് ഇളവുകളുള്ളത്. ഒരു സാഹചര്യത്തിൽ സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങൾ പോലും നിറവേറ്റാൻ കഴിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മാസം ജൂലൈ മാസത്തിൽ വെള്ള നീല കാർഡുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള അരി എവിടെ? അതുപോലെ തന്നെ 3 മാസമായിട്ട് നമുക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടുള്ള 1000 രൂപ എവിടെ? അതൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ +2 റിസൾട്ട് വരികയാണ്. +2 റിസൾട്ട് നാളെ 3 മണിക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ +2 റിസൾട്ട് അറിയാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് ആ ഒരു റിസൾട്ട് 3 മണിക്ക് ശേഷം അറിയാവുന്നതാണ്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.